വാദി അൽസി, കിർബത്താന, ഏരിയ സി എന്നീ പ്രദേശങ്ങളെ മുൻനിർത്തിയാണ് അൽ ജസീറ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റമല്ലയ്ക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാദി അൽ സീഖിൽ നിന്നും ഇസ്രായേലി കുടിയേറ്റക്കാരുടെ നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് അവിടുത്തെ ബെദൂയിൻ സമൂഹത്തിന് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയാണുള്ളത്. തങ്ങൾ വർഷങ്ങളോളം താമസിച്ചിരുന്ന മണ്ണിൽ നിന്ന് വെറും 1 മണിക്കൂറിനുള്ളിൽ ഇറങ്ങിക്കൊടുക്കേണ്ട ഭീകരമായ അവസ്ഥയാണ് അവിടെയുള്ള ജനങ്ങൾ വിവരിക്കുന്നത്. നെബ്ലൂസിന് സമീപമുള്ള കിർബത്താന പ്രദേശത്തെ കർഷകരും കന്നുകാലികളെ വളർത്തുന്നവരും നേരിടുന്ന വെല്ലുവിളികളും അക്രമങ്ങളും വിവരണാതീതമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ 60% വരുന്ന ഇസ്രായേലിന്റെ പൂർണ്ണമായ സൈനിക ഭരണ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഏരിയ സി. ഇവിടുത്തെ പല ചെറിയ ഗ്രാമങ്ങളിലും കുടിയേറ്റക്കാർ അതിക്രമിച്ചു കയറുന്നതായും ഫലസ്തീനികളെ ആട്ടി ഓടിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സെറ്റിൽമെന്റ് ഔട്ട് പോസ്റ്റുകളിൽ നിന്നുള്ള അക്രമികളുടെ ഉപദ്രവങ്ങളാണ്. നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ രാത്രികാലങ്ങളിൽ ഫലസ്തീനുകളുടെ വീടുകൾക്ക് തീയിടുകയും അവരുടെ ഒലിവ് മരങ്ങൾ നശിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യും. തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വീട് അഗ്നിക്ക് ഇരയാക്കുമോ എന്ന ഭയത്തിലാണ് വാദി അൽ സിഖ് പോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ കഴിയുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം പകൽ വെളിച്ചത്തേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് രാത്രികളാണ്. രാത്രികളിലാണ് ഇസ്രായേലി കുടിയേറ്റക്കാർ ഈ അക്രമങ്ങൾ കൂടുതലായും നടത്തുന്നത്. കേവലം ആക്രമണങ്ങളായി മാത്രം നമുക്കതിനെ ചുരുക്കി കാണാനാകില്ല. തങ്ങളുടെ മണ്ണിൽ നിന്നും വീടുകളിൽ നിന്നും ഫലസ്തീനികളെ ആട്ടി ഓടിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇവയെല്ലാം. ഗ്രാമങ്ങളിലെ ഓരോ വീടിനും കാവൽ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ പുരുഷന്മാർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി അവർ രാത്രികളിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയാണ്. ജനലരികളുടെ കൊളുത്തുകൾ ഉറപ്പിച്ചും വാതിലുകൾക്ക് പിന്നിൽ ഭാരമേറിയ വസ്തുക്കൾ കയറ്റിവെച്ചും അവർ തങ്ങളുടെ വീടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് വെസ്റ്റ് ബാങ്കിലെ വീടുകൾക്കുള്ളത്.